ആഴ്ചവട്ടത്തിലേക്ക്. തൊഴിലിടത്തെ ലൈംഗിക പീഡനം പ്രധാന വിഷയമാണ്. ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് ആനന്ദ് ഏകർഷിയുമായിട്ടുള്ള അഭിമുഖം. അയ്യങ്കാളി ജയിച്ച യുദ്ധങ്ങൾ. ടി ശ്രീകുമാർ, സണ്ണി എം കവിക്കാട്, ദേവരാജ്, ബിനിൽ പോൾ എന്നിവരുടെ ലേഖനങ്ങൾ. അപ്പോൾ ആനന്ദ് ഏകർഷിയുടെ ആട്ടം എന്ന ചിത്രം ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് മലയാള സിനിമയ്ക്ക് ദേശീയ അവാർഡ് ലഭിക്കുന്നത്. തികച്ചും യാദൃച്ഛികമാവാം, ഒരു നടിക്ക് നേരെ ഷൂട്ടിങ്ങിനിടയിൽ തന്നെ സംഭവിക്കുന്ന ഒരു പീഡനം. ആ പീഡന ശ്രമം എങ്ങനെയാണ് പുരുഷന്മാരായ നടന്മാർ ഓരോരുത്തരും കാണുന്നത്, ആരാണ് പ്രതി, അങ്ങനെ വളരെ ജിജ്ഞാസ ഉയർത്തുന്ന ഒരു ഇതിവൃത്തമാണ് ആനന്ദ് ഏകർഷി കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതേ അവസ്ഥയിലാണ് നമ്മുടെ മലയാള സിനിമാ രംഗം ഇന്ന്. അമ്മ എന്ന സംഘടനയിൽ നടിമാർ ഉയർത്തിയ ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ഏതെല്ലാം നടന്മാരെയാണ് ബാധിക്കുക, ആരെല്ലാമാണ് യഥാർത്ഥ പ്രതികൾ എന്ന മട്ടിൽ വലിയ ചർച്ച ഉയർന്നു വരികയും അമ്മ സംഘടന തന്നെ കൂട്ടത്തോടെ രാജിവെക്കുകയും ഒക്കെ ചെയ്ത ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി സിനിമാ രംഗത്തും നാടകരംഗത്തും എല്ലാം നടക്കുന്ന ഇത്തരം സ്ത്രീ പീഡനങ്ങളുടെ ഒരു കഥ വളരെ മനോഹരമായി പറയാൻ ആനന്ദ് ഏകർഷിക്ക് കഴിഞ്ഞത് എന്നത് വളരെ പ്രസക്തമാണ്. എന്തായാലും ദേശീയ അവാർഡ്, ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ്, നല്ല തിരക്കഥയ്ക്കുള്ള അവാർഡ്, അതുപോലെ തന്നെ എഡിറ്റിങ്ങിനുള്ള അവാർഡ്, അങ്ങനെ 3 അവാർഡുകളാണ് ആ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആനന്ദ് ഏകർഷിയുമായിട്ടുള്ള അഭിമുഖം ഈ സന്ദർഭത്തിൽ ഏറെ പ്രസക്തമാണ്. അയ്യങ്കാളിയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ. അപ്പോൾ വാക്കിനിൽ അതേക്കുറിച്ച് മാതൃഭൂമി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ അറിയാതെയാണെങ്കിലും നാം എഴുതുമ്പോൾ, പറയുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരും. കാരണം ആദ്യമായിട്ടാണ് മഹാനായ അയ്യങ്കാളിയുടെ കവർ ചിത്രം മാതൃഭൂമി വീക്കിലി അടിക്കുന്നത് എന്ന് പത്രാധിപർ എഴുതിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, മാതൃഭൂമി വീക്കിലിയിൽ എത്രയോ അപ്രസക്തരായ ആളുകളുടെ കവർ ചിത്രങ്ങൾ വന്നുപോയി. അപ്പോൾ അയ്യങ്കാളിയെ പോലെ ഒരു മഹാന്റെ ചിത്രം ചരിത്രത്തിൽ ആദ്യമാണ് അച്ചടിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ചെയ്തു പോയ ഒരു തെറ്റ് ഏറ്റുപറയുന്ന ഒരവസ്ഥയിലാണ് പത്രാധിപർ നിൽക്കുന്നത്. കാരണം മഹാത്മജി അന്വേഷിച്ച് അങ്ങോട്ട് ചെന്ന് കണ്ട ആളാണ്, മഹാനാണ് അയ്യങ്കാളി. അല്ലാതെ അയ്യങ്കാളി മഹാത്മജിയെ കാണാൻ പോയില്ല. അപ്പം അത്രയ്ക്ക് മഹത്വമുണ്ടായിരുന്ന അയ്യങ്കാളിയുടെ ഒരു കവർ ചിത്രം 100 വയസ്സ് പ്രായമുള്ള മാതൃഭൂമി ആദ്യമായിട്ടാണ് കവർ ചിത്രമാക്കുന്നത് എന്ന് പറയുന്നത് ഒരു സത്യപ്രസ്താവനയാണ്. എന്തായാലും ആ തെറ്റ് വൈകിയ വേളയിലെങ്കിലും തിരുത്തിയത് നല്ല കാര്യമാണ്. അത് വാക്കിന്നിൽ തന്നെ പറയുന്നുണ്ട്. ആഗസ്റ്റ് 28 മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനമാണ്. ജനനം 1863, മരണം 1941. ആഴ്ചപ്പതിപ്പിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായി നവോത്ഥാന നായകരിൽ പ്രധാനിയായ അയ്യങ്കാളിയുടെ ഫോട്ടോ മുഖചിത്രമാക്കുകയാണ് ഞങ്ങൾ. പാർശ്വവൽകൃതരും കീഴാളരുമായി കരുതപ്പെട്ട മുഴുവൻ ജനതയുടെയും അന്തസ്സിൻ്റെ പതാകവാഹകനായിരുന്നു അദ്ദേഹം. മേൽത്തരം മനുഷ്യരെന്ന് സ്വയം ധരിച്ചു വശായ ജാതി കോമരങ്ങളുടെ രാജാധിപത്യത്തിലൂടെ അയ്യങ്കാളി മനുഷ്യാഭിമാനത്തിൻ്റെ വില്ലുവണ്ടി പായിച്ചു. വിദ്യയും ഭൂമിയും നേടി പൊതുധാരയിലേക്ക് ഇറങ്ങാൻ അധസ്ഥിതരോട് ആഹ്വാനം ചെയ്ത ആ മനുഷ്യനെ മഹാത്മാഗാന്ധി ഇങ്ങോട്ട് വന്ന് സന്ദർശിച്ചു. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് കരുതിയിരുന്ന ഒരു ദ്രാവിഡ രാജാവിൻ്റെ സ്മരണ പുതുക്കുന്ന തിരുവോണത്തിന് തൊട്ടു മുമ്പ് സമർത്ഥമായ വിഭവങ്ങളുമായി എത്തുന്ന മാതൃഭൂമി ഓണപ്പതിപ്പിന് തൊട്ട് മുമ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു സത്യപ്രസ്താവന നടത്തിക്കൊണ്ടാണ്
അയ്യങ്കാളിയുടെ കവർ ചിത്രവുമായി മാതൃഭൂമി പുറത്തു വന്നിരിക്കുന്നത്. പിന്നെ സ്ഥിരം പങ്ക്തികൾ: നാളെ വിനു എബ്രഹാമിൻ്റെ കഥ, ബെന്യാമിൻ്റെ മൾബറി തുടരുന്നു, ഇന്ദ്രൻസിൻ്റെ ഇന്ദ്രധനുസ് തുടരുന്നു, നിരക്ഷരരുടെ നവകേരളം എന്ന ചർച്ച, മാതൃഭാഷ എന്ന മനുഷ്യാവകാശം, ഡോക്ടർ എൻ ശ്രീവൃന്ദ നായർ. മലയാളം വാരിക എന്തുകൊണ്ടും ശ്രദ്ധേയമാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ 1-ാം പേജ് കവറാക്കിക്കൊണ്ട് പുറത്തു വന്ന ഏക പ്രസിദ്ധീകരണമായിരിക്കും മലയാളം. എന്തുകൊണ്ടും അത് വളരെ നന്നായി. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇനി ആക്ഷൻ എന്നാണ് അതിൻ്റെ തലക്കെട്ട്. പിന്നീട് ആഴങ്ങളിൽ ജീവൻ തേടുന്നവർ, നമ്മളെ വയനാട്ടിലെ പുനരധിവാസം, വയനാട് ഉയർത്തുന്ന തുടരാലോചനകൾ, കുരീപ്പുഴ ശ്രീകുമാരൻ്റെ കവിത, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് എഡിറ്റോറിയൽ. ഇനിയും അമ്മ എന്നാണ് എഡിറ്റോറിയലിൻ്റെ തലക്കെട്ട്. ചലച്ചിത്ര മേഖലയിൽ നടിമാർ ഉൾപ്പെടെ കലാകാരികൾ നേരിടുന്ന കടുത്ത പീഡനങ്ങളും അവമതിപ്പുകളും അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി സർക്കാർ രൂപീകരിച്ച കമ്മീഷൻ റിപ്പോർട്ട് കോടതി ഇടപെടലിലൂടെ പുറത്തു വന്നതോടെ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ വ്യാപകമായി എന്ന് തുടങ്ങുന്ന എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത് സ്ത്രീകളെ രണ്ടാം കിടക്കാരായി പതിറ്റാണ്ടുകളായി പണിതുവച്ചിരിക്കുന്ന മലയാള സിനിമ എന്ന വ്യവസായ ലോകം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീണു. ഇനിയെങ്കിലും ചലച്ചിത്ര ലോകം മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്ന് പ്രതീക്ഷിക്കാമോ എന്ന ഒരു ചോദ്യത്തോടെയാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. ഇതിനു പുറമെ റംഷാദിൻ്റെ ഇനി ആക്ഷൻ എന്ന കവർ സ്റ്റോറി, അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ്. ആഴങ്ങളിൽ ജീവൻ തേടുന്നവർ, അരവിന്ദ് ഗോപിനാഥ്. പുനരധിവാസം ഔദാര്യമല്ല, രേഖാചന്ദ്ര. KN രാജ് ഓർമ്മ, കഴിഞ്ഞ ലക്കം തുടർച്ച, സ്വപ്നങ്ങളും രാഷ്ട്രീയ ചിന്തകളും. യാത്രാനുഭവം, ഔറംഗസേബിൻ്റെ നഗരവും സംസ്കാരങ്ങളുടെ മലഞ്ചരിവുകളും. ഉമ്മർ തറമേൽ. കവിത ഇലമുളച്ചി, EM സുരജ. കാട്ടിലെ പൂമരം, കുരീപ്പുഴ ശ്രീകുമാർ. കഥ വിശപ്പ്, സുവിരാജ് പടിയത്ത്. ലേഖനം ബുദ്ധനും 2 മഹാകവികൾ, ഗീതാഞ്ജലി കൃഷ്ണൻ. കല അതിജീവനത്തിൻ്റെ വർണ്ണായുധം, റോബർട്ട് ലോപ്പസ്. സംഭാഷണം ഗായത്രി എന്ന മനുഷ്യനും കലാകാരനും, ഗായത്രി സാബു മഞ്ഞളി. സിനിമ ഉൾനിലങ്ങളിലെ സ്വപ്ന മത്സ്യങ്ങൾ, A വിനു. ഇത്രയുമാണ് മലയാളത്തിൻ്റെ ഉള്ളടക്കം. കലാകുമുദി ഈ ലക്കം കൽക്കട്ട മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ്. ഓരോ നിമിഷവും ഭീതിയോടെ സ്ത്രീ ഡോക്ടറുടെ കുപ്പായത്തിൽ ചോര വെടിയുന്ന കുപ്പായം, അതും ഉയർത്തി മെഡിക്കൽ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭത്തിൻ്റെ കവർ ചിത്രം. ജസ്റ്റിസ് ഡിലൈറ്റ് ഈസ് ജസ്റ്റിസ് ഡിനൈറ്റ് എന്നാണ് പ്രധാന തലക്കെട്ട്. PR സുനിൽ, ശുഭ ജോസഫ്, മീര നമ്പൂതിരി എന്നിവരാണ് കൽക്കട്ട മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തെയും ബലാത്സംഗത്തെയും കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ എഴുതിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത രാജ്യമായോ എന്നാണ് PR സുനിൽ. ഏഷ്യാനെറ്റിൻ്റെ ന്യൂഡൽഹി ലേഖകനായിരുന്ന ബ്യൂറോ ചീഫായിരുന്ന PR സുനിൽ. ഡോക്ടർക്ക് ആശുപത്രിയിൽ സുരക്ഷിതയില്ലെങ്കിൽ പിന്നെ ഏതു സ്ത്രീക്കാണ് സുരക്ഷ? ശുഭ ജോസഫ്, സീനിയർ ജേർണലിസ്റ്റായ ശുഭ ജോസഫിൻ്റെ ലേഖനം അതാണ്. ഒരമ്മയ്ക്ക് സങ്കല്പിക്കാൻ പോലും പേടി, മീര നമ്പൂതിരി. സുരക്ഷ ഉറപ്പാക്കണം, ഡോക്ടർ ഷബീർ MS. പിന്നീട് പെരിയാർ പാട്ടക്കരാറിൻ്റെ തുടർച്ച ആർക്ക്, MJ ബാബുവിൻ്റെ ലേഖനം. ആമയിഴഞ്ചാനും പാരീസ് ഒളിമ്പിക്സും, AK രഞ്ജിത്ത്. ബ്രിട്ടീഷ് മലയാളികൾ ആശങ്കയിൽ, ശ്രീകുട്ടൻ എഴുതിയ ലേഖനം. താലോലിക്കപ്പെട്ടല്ല എഴുത്തുകാർ കരുത്തരാവുന്നത്, രവിവർമ്മ തമ്പുരാൻ. അടുത്തേക്ക് വരുന്ന കോൽവിളക്കിൻ്റെ വെളിച്ചം, അനിൽ മംഗലത്ത്. ജാമ്യമാണ് നിയമം, അഡ്വക്കേറ്റ് G സുഗണൻ്റെ ലേഖനം. കാവ്യധീരതയുടെ വാങ്മയങ്ങൾ, ഡോക്ടർ C രാവുണ്ണി. കവിത ഡോക്ടർ ഏറ്റുമാനൂർ രാജവർമ്മ, ഹരീഷ് ഇയോളിക്കണ്ടി,
അജി ദൈവപുര, മുരളി സഹ്യാദ്രി, കൊന്നമൂട് വിജു, പ്രശാന്ത് വാസുദേവ് എന്നിവരുടെ കവിതകൾ. പിന്നെ സ്ഥിരം പങ്ക്തി സാമ്പത്തിക വാരഫലം പി ഹരികുമാർ, ധർമ്മപദം മാങ്ങാട് ബാലേന്ദ്രൻ, കൈപുണ്യം ഡോക്ടർ ജോബ് തോമസ്, ആത്മകഥ കെ വി തോമസ്. മാധ്യമം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ എന്താണ് വഴി? വി ഡി സതീശൻ ഭൗമശാസ്ത്രജ്ഞയായ ഡോക്ടർ കെ ജി താരയുമായി നടത്തുന്ന ദീർഘ സംഭാഷണം. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഭൗമശാസ്ത്ര രംഗത്തെ പ്രഗത്ഭയായ ഡോക്ടർ കെ ജി താരയുമായിട്ടുള്ള ഈ സംഭാഷണം വളരെ പ്രസക്തമാണ്. ഈ വർഷത്തെ നല്ല നടിക്കുള്ള അവാർഡ് നേടിയ ഉർവശി, അഭിനയവും അവാർഡും ഉർവശി സംസാരിക്കുന്നു. ഒളിമ്പിക്സിലെ ഇന്ത്യൻ നീക്കിയിരിപ്പ് സനിൽ പി തോമസിൻ്റെ ലേഖനം. കവിത ജോർജ് ജോസഫ് കെ, ബിജു റോക്കി, മീര കെ എസ്. ബാപ്പുവിൻ്റെ എസ്താർ അവസാനിക്കുന്നു. വയനാടിൻ്റെ മഴപ്പേടി ജോസഫ് കെ ജോബ്. പി കെ നാണു 8 വർഷത്തിന് ശേഷം കഥയും സംഭാഷണവുമായി ആഴ്ചപ്പതിപ്പിൽ വീണ്ടും എത്തുന്നു. 8 വർഷത്തിനു മുമ്പ് കഥ എഴുതി, ശ്രദ്ധേയമായ കഥ എഴുതി ചർച്ചയിൽ ഇടം നേടിയ പി കെ നാണുവിൻ്റെ ഇടവേളയ്ക്ക് ശേഷമുള്ള കഥ. മലയാള സിനിമയിലെ ക്രിമിനലുകൾ എന്ന എഡിറ്റോറിയൽ. അങ്ങനെ നിയമക്കുരുക്കും മറ്റും മറികടന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരു പരിധിവരെ വെളിച്ചം കണ്ടു. മലയാള സിനിമ, സീരിയൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങളും ചൂഷണങ്ങളും വിവേചനവും ചൂണ്ടിക്കാട്ടുകയും പ്രതിവിധി നിർദ്ദേശിക്കുകയും ചെയ്യുകയായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. ആ എഡിറ്റോറിയൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: യഥാർത്ഥത്തിൽ വേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കുകയാണ്. മലയാള സിനിമയെ അധോലോകത്തിൽ നിന്നും ക്രിമിനൽ പിടിയിൽ നിന്നും മോചിപ്പിക്കണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും അന്തസ്സോടെയും ചൂഷണം നേരിടാതെയും പണിയെടുക്കാൻ കഴിയുന്ന ഒരു മേഖലയായി സിനിമയെ നിലനിർത്തണം. അതിന് വാചാടോപങ്ങളല്ല, ക്രിയാത്മക ഇടപെടലുകളാണ് ആവശ്യം എന്നാണ് പത്രാധിപർ പറയുന്നത്.